തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യസഹജമാണ്. അത് പൊറുക്കുന്നവനാണ് അല്ലാഹു. നാം ആരുടെയും കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറഞ്ഞു നടക്കേണ്ടവരല്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവൻ്റെ കുറ്റം അന്വേഷിച്ച് നടക്കുവാൻ ധാരാളം ആളുകളെ അല്ലാഹു ഭൂമിയിൽ പറഞ്ഞയക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളിൽ ഇറങ്ങി അവരുടെ മുറിവുകളിൽ മാത്രം ഇടപെടുന്ന ആളുകളാവരുത്. നാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിട്ട് നമ്മുടെ കുറ്റങ്ങളിലേക്ക് കണ്ണോടിക്കണം. നമ്മളിൽ വന്നിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും പരിശോധിച്ച് നാം സ്വയം ആത്മവിചാരണ നടത്തണം. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. മറ്റുള്ളവരുടെ പിന്നാലെ അവരുടെ കുറവുകൾ അന്വേഷിച്ച് അത് നാട്ടിൽ പരത്തി പറഞ്ഞു നടക്കുന്നവർ തീർച്ചയായിട്ടും പരാജയപ്പെടുന്നവർ തന്നെയാണ്. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അയ്യറ അഖാഹു ബിദംബിൻ, ഒരാൾ തൻ്റെ സഹോദരനെ ഒരു തെറ്റിൻ്റെ മേൽ ആക്ഷേപിച്ചാൽ, ലം യമുത്ത് ഹത്താ യഅമലഹു, ആ തെറ്റ് അവൻ ചെയ്യാതെ അവൻ മരിക്കുകയില്ല. തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞ് പരത്തി നടന്നു, അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. പലപ്പോഴും നാം ചെയ്യാറുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും മറന്ന് അല്ലെങ്കിൽ മനഃപൂർവ്വം മറവി അഭിനയിച്ച് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലും കുറവുകളിലും ഇടപെടാറുണ്ട്. എന്നാൽ അവർക്കുള്ള ഫലം, അവർക്കുള്ള തിക്തഫലം തീർച്ചയായിട്ടും അവർ ആ തെറ്റ് ചെയ്യാതെ മരിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിൽ വേണം. ആരുടെയും കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ജീവിതത്തിൽ നാം ചെയ്ത കർമ്മങ്ങൾ പലപ്പോഴും വൃഥാവിലായി പോകാൻ, പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിച്ച് നടക്കുന്നത് കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ കുറ്റങ്ങളിലേക്ക് ഇറങ്ങാതെ നമുക്ക് നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ മക്കളുടെ കുറ്റങ്ങൾ, നമ്മുടെ ഭാര്യയുടെ കുറ്റങ്ങൾ, കുറവുകൾ, അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് അതെല്ലാം കഴുകി പെറുക്കി നല്ല വ്യക്തിജീവിതവും നല്ല കുടുംബജീവിതവും കെട്ടിപ്പടുത്താൻ വേണ്ടി നമുക്ക് ആവോളം ശ്രദ്ധിക്കാം. വിജയം നമ്മുടെ പിന്നാലെ ഓടിയെത്തുന്നതാണ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവൻ്റെ വിജയികളായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാനൽ വിലപ്പെട്ട പല അറിവുകളിലും